ഇന്ന് ആരി വർക്കിൻ്റെ 13ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് ഡബിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ജെറി ത്രെഡും അയൺ നീഡിലുമാണ്. അപ്പോൾ കഴിഞ്ഞ ബട്ടൺ ഹോൾ സ്റ്റിച്ച് പഠിക്കുമ്പോൾ നമ്മൾ 2 ലൈനായിരുന്നു വരച്ചത്. ഇവിടെ ഞാൻ 3 ലൈൻ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കഴിഞ്ഞതിൽ താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഞാൻ സെൻറ്ററിലെ ലൈനിൽ ഇതേപോലെ നൂല് ഇതേപോലെ എടുക്കുക, എന്നിട്ട് നേരെ മുകളിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ത്രെഡ് എടുക്കുക. അപ്പോൾ ഞാൻ അവിടെ ലോക്ക് സ്റ്റിച്ച് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ താഴേക്ക് പിടിച്ച് വലിച്ചാൽ അവിടെ ലോക്കായി കിടക്കും ത്രെഡ്. എന്നിട്ട് അവിടെ സെൻറ്ററിൽ തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ താഴേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അവിടെ നിന്ന് ത്രെഡ് എടുത്തിട്ട് വീണ്ടും സെൻറ്ററിലേക്ക് തന്നെ നമുക്ക് ഇതേപോലെ നീഡിൽ കൊണ്ടുവരാം. എന്നിട്ട് അവിടെ നമ്മളിപ്പം ചെയ്ത സ്റ്റിച്ച് ലോക്കായിട്ട് അവിടെ കിടക്കും. എന്നിട്ട് അവിടുന്ന് ചെറിയൊരു ലോക്ക് സ്റ്റിച്ചും കൂടി എടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര ഗ്യാപ്പ് വേണോ ആ ഒരു ഗ്യാപ്പിന് വീണ്ടും ഇതേപോലെ കുത്തുക. എന്നിട്ട് അവിടുന്ന് നൂലെടുക്കുക. എന്നിട്ട് നേരെ മുകളിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് മുകളിൽ നിന്ന് ത്രെഡ് എടുത്തതിന് ശേഷം അതിനവിടെ ഇതേപോലെ അവിടെ ലോക്കാക്കിയിട്ട് നിർത്താം. എന്നിട്ട് വീണ്ടും അവിടുന്ന് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവിടുന്ന് ഇതേപോലെ ത്രെഡ് എടുത്തതിന് ശേഷം നീഡിൽ മുകളിലേക്ക് കൊണ്ടുപോയാൽ ആ ഒരു സ്റ്റിച്ച് അവിടെ സെൻറ്ററിൽ ലോക്കായി കിടക്കും. എന്നിട്ട് അവിടുന്ന് വീണ്ടും ഒരു ലോക്ക് സ്റ്റിച്ച് എടുത്തതിന് ശേഷം നമുക്ക് എത്ര ഗ്യാപ്പ് വേണോ ആ ഒരു ഗ്യാപ്പിന് ഇതേപോലെ നമുക്ക് കുത്തിയിട്ട് ത്രെഡ് എടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് അടുപ്പിച്ച് വേണമെങ്കിലും ചെയ്യാം, ഇതേപോലെ ഗ്യാപ്പ് വിട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഫില്ലിങ് സ്റ്റിച്ചായി തന്നെ വരുന്നതാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ വിട്ട് കാണിച്ചു തരുന്നതെന്ന് മാത്രം. ഇത് നമുക്ക് ഫില്ലിങ് സ്റ്റിച്ചായി തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ട സ്റ്റിച്ചും കൂടിയാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇതിൽ ബീഡ് വെച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ബട്ടൺ ഹോൾ സ്റ്റിച്ചിൻ്റെ 2 മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ മെത്തേഡ് ഇതാണ്, ഡബിൾ ഹോൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ സിംഗിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ, പക്ഷേ ഇത് നമ്മൾ താഴെ നിന്ന് ത്രെഡ് എടുക്കുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എൻഡ് നോട്ട് ഇടുമ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്ററിൽ തന്നെ എൻഡ് നോട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് സെയിം ബീഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ സെൻറ്ററിൽ നിന്ന് എടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് ത്രെഡ് എടുത്തതിന് ശേഷം സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ താഴെ കൊണ്ടുവരിക. എന്നിട്ട് നേരെ ആ ഒരു സെൻറ്ററിൽ വീണ്ടും ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ത്രെഡിൽ നമ്മൾ ബീഡ് ഓർക്കണം. ബീഡ് ഞാൻ എത്ര ഗ്യാപ്പ് വേണോ അതിനനുസരിച്ച് കൊടുക്കുകയാണ്. ഇപ്പം 2 ബീഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ മുകളിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് സെൻറ്ററിൽ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ താഴെ കൊണ്ടുവന്ന് എന്നിട്ട് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് അവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുത്ത ആ ഒരു നീഡിലിൽ നമുക്ക് ബീഡ് കൊടുത്തു കൊടുക്കാം. അപ്പോൾ ആ ഒരു ബീഡ്സിൻ്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ വലിപ്പം കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ ഷുഗർ ബീഡ് തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് കട്ട് ബീഡോ 2 ബീഡോ ഉപയോഗിക്കാം. അപ്പം നമ്മൾ ഇതുവരെ ഈ ഒരു ക്ലാസ് ഒന്നും പഠിക്കാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഷുഗർ ബീഡ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. ലാസ്റ്റ് എൻഡ് നോട്ട് ഇടുമ്പോൾ 2 വശത്തു നിന്നും ത്രെഡ് എടുത്തതിന് ശേഷം സെൻറ്ററിൽ മാത്രം വേണം നമ്മൾ എൻഡ് നോട്ട് ഇടാൻ. അടുത്ത മെത്തേഡാണ് വേവ്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. അതിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ 5 ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് താഴെ ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ നേരെ മുകളിലെ ലൈനിൽ ഇതേപോലെ ത്രെഡ് എടുക്കുക. എന്നിട്ട് താഴെ കൊണ്ടുവന്ന് അവിടെ ലോക്ക് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ സിംഗിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തില്ല അതുപോലെ തന്നെ. എന്നിട്ട് രണ്ടാമത് എത്ര ഗ്യാപ്പ് വേണം ആ ഒരു ഗ്യാപ്പിന് എടുത്തതിന് ശേഷം നമ്മളിപ്പം കൊടുത്തതിൻ്റെ നേരെ മുകളിലെ ലൈനിലേക്ക് ഇതേപോലെ മുകളിൽ നിന്ന് ത്രെഡ് എടുക്കുക. എന്നിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എത്ര ഗ്യാപ്പ് വേണോ അതിനനുസരിച്ച് വീണ്ടും ത്രെഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ മുകളിൽ ഇതേപോലെ ത്രെഡ് എടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ സ്റ്റെപ്പ് പോലെ കയറി വരും. എന്നിട്ട് മുകളിൽ നിന്ന് ഇതേപോലെ ത്രെഡ് എടുത്തതിന് ശേഷം താഴെ കൊണ്ടുവരും. എന്നിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും മുകളിലെ ലൈനിലേക്ക് ഇതേപോലെ ത്രെഡ് എടുത്തിട്ട് അവിടെ നിന്ന് നേരെ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കയറി മുകളിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഇനി താഴെ വരണം. ഓരോ ലൈനായിട്ട് താഴെയായിട്ട് നമുക്ക് ഇതേപോലെ ത്രെഡ് എടുത്ത് കൊണ്ടുവരാം. ഇപ്പം അതിൻ്റെ നേരെ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം ചെയ്ത ലൈൻസിൻ്റെ വീണ്ടും താഴെയുള്ള ലൈൻസിൽ കൊണ്ടുവരാം. എന്നിട്ട് ലാസ്റ്റത്തെ ലൈനിൽ കൊണ്ടുവരാം. ഇപ്പം ലാസ്റ്റ് വരത്തില്ലേ, ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നേരെ മുകളിലെ ലൈനിലാണ്. ഇത് കണ്ടിന്യൂ ആയിട്ട് തന്നെ ചെയ്തു പോവുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ നേരെ മുകളിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഈ ഒരു നമുക്ക് സ്റ്റിച്ച് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ചെയ്യാം. ഇപ്പോൾ തന്നെ ഞാനിതാ ഒരു സൈഡിൽ നിന്ന് മുകളിലേക്കും ഒരു സൈഡിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വേവ്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് വേണമെങ്കിൽ നമുക്ക് ഗ്യാപ്പിന് ഒരു സ്റ്റിച്ച് മുകളിൽ ഒരു സ്റ്റിച്ച് താഴെ ഒരു സ്റ്റിച്ച് മുകളിൽ അങ്ങനെ ആ ഒരു ലെവലിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വരാം. അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുന്ന പോലെ തന്നെ മുകളിലേക്ക് ഫുള്ളായിട്ട് 4 സ്റ്റെപ്പും ചെയ്തതിന് ശേഷം പിന്നെ 5ാമത്തെ സ്റ്റെപ്പ് ഫസ്റ്റ്
ലൈൻ വരച്ചില്ലേ അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു സ്റ്റിച്ച് നമുക്ക് മാറ്റി കൊടുക്കുക. ഈ ലൈൻസിൽ സൂചി എടുക്കുന്ന സ്റ്റിച്ച് നമുക്ക് മാറ്റി മാറ്റി ചെയ്യാം കേട്ടോ. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ബോർഡർ സ്റ്റിച്ചായിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സ്ലീവിനും അതേപോലെ ഷോളിനും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് ബീഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് വേവ്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ് എന്നല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ തന്നെ നമ്മൾ സൂചി എടുക്കുന്നത് വ്യത്യസ്ത ലൈൻസിലാവുമ്പോൾ നമുക്ക് വ്യത്യസ്ത ഡിസൈനുകളാണ് കിട്ടുക. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് കെർവ് ഷേപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ലൈൻ വരച്ചിട്ട് ഒരു കെർവ് കൊടുക്കുകയാണ്. എന്നിട്ട് മുകളിൽ നിന്ന് ഇതേപോലെ ത്രെഡ് എടുക്കുക. അപ്പോൾ മുകളിൽ നിന്ന് ത്രെഡ് എടുക്കുമ്പോൾ താഴെ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ സെയിം തന്നെ. പക്ഷേ മുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് നമ്മളിപ്പോൾ കർവ് വരച്ചിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ച് നേരെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വരച്ചതിനനുസരിച്ച് ഇതേപോലെ സൂചി കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കർവായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഈ വരച്ച ലൈൻ തന്നെ മുകളിലേക്ക് കൊണ്ടുപോയി ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതും നമുക്ക് അടുപ്പിച്ചിട്ടും ഗ്യാപ്പ് ആക്കിയിട്ടും ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനിത് ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. ഇത് അടുപ്പിച്ച് ചെയ്താൽ നല്ല ഭംഗിയാണ്. നമ്മളിത് സ്കാലപ്പ് ഡിസൈനൊക്കെ വരില്ല, ആ ഒരു ടൈപ്പിലൊക്കെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിതിൽ സിൽക്ക് ത്രെഡിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഇതിന് നമുക്ക് സൈഡിൽ ബോർഡറായിട്ട് നമുക്ക് ബീഡ്സ് വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗി തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഫില്ലിംഗ് സ്റ്റിച്ചായിട്ടൊക്കെ ചെയ്താൽ നല്ല ഭംഗി. നമുക്ക് ഫ്ലവറിനൊക്കെ ഈ ഒരു ടൈപ്പായിട്ടാണ് നമ്മൾ ചെയ്യാൻ. കർവ് ഷേപ്പ് ഫ്ലവറിൻ്റെ ലീഫ് പെറ്റൽസൊക്കെ വരുന്ന നേരം നമ്മളിത് ഇതേപോലെ ഈ ഒരു പെറ്റൽസിനനുസരിച്ചിട്ട് സൂചി എടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ബോർഡറായിട്ട് ഇതേപോലെ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നോർമൽ നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഈ ഒരു കർവിന് അനുസരിച്ചിട്ട് തന്നെ ബീഡ് കോർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടും. ഇതേപോലെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബായ്.